ഹായ് ഗായ്സ്, ഞാൻ നല്ലൊരു മുളകും ഈത്തപ്പഴം കൂടെ അച്ചാറുണ്ടാക്കുകയാണ്. എല്ലാവർക്കും സുഖമല്ലേ? ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങി എഴുന്നേൽക്കുന്ന ടൈമായല്ലോ അല്ലേ? അപ്പോൾ ഞങ്ങൾ നാളെ ഊട്ടിയിലേക്ക് ടൂർ പോവുകയാണ്. മരുമകനും ഫാമിലിയും, അതിനൊപ്പം ഞാനും എൻ്റെ പേരക്കുട്ടികളുമുണ്ട്. അപ്പോൾ നാളെ അവിടുന്ന് ഫുഡൊക്കെ അവിടെ നിന്ന് അപ്പോൾ ഞാൻ മുളകും ഈത്തപ്പഴം കൂടെയുള്ള അച്ചാർ ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ അതിന് ഇൻഗ്രീഡിയൻസ് ആദ്യം എടുത്ത് വെച്ചപ്പോഴത്തേക്ക് എനിക്ക് കാണിക്കാൻ കഴിഞ്ഞില്ല, ഓരോരോ വിഷയങ്ങളായിട്ട് കാണിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരും കാണിച്ചു തരാം. ഞാൻ ഉണ്ടാക്കുന്നതാണ്, ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ മുളകും ഈത്തപ്പഴം അച്ചാർ പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവരും പിന്നെയും ഉണ്ടാക്കി തരാൻ വേണ്ടി പറയും. അതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ ഇത് ഉലുവാപ്പൊടിയാണ്, ഇത് കുരുമുളകിൻ്റെ പൊടിയാണ്. ഇനി അതിലേക്ക് നമുക്ക് നല്ല ജീരകം വറുത്ത് പൊടിച്ചത് ചേർക്കണം. പിന്നെ അത് നല്ല, കാരണം ഇതിന് ഈ മധുരം ഇതിൻ്റെയൊക്കെ കൂടെ എരിവും നല്ല ജീരകത്തിൻ്റെ പൊടി ഭയങ്കര ടേസ്റ്റുള്ളൊരു സംഭവമാണ്. പിന്നെ അല്പം മഞ്ഞൾപ്പൊടി ചേർക്കണം. പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കണം. പിന്നെ അടുത്തന്നെ എന്താ വെച്ചാൽ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, പുളി പിഴിഞ്ഞത് വേണം. പിന്നെ ശർക്കരയാണ് വേണ്ടത്. ശർക്കരയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, കാരണം ഉരുക്കാറില്ല, വെള്ളം ഏറുന്നുള്ള രീതിക്ക് അതിന് ഇത്ര ശർക്കര എടുത്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യമായ ശർക്കര മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് കുറച്ച് ഈത്തപ്പഴം വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ്. അപ്പോൾ മുളക് ഏതാണ്ട് ഒരുവിധം പാകമായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഉലുവാപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഉലുവാപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നാക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്ത് അങ്ങാടിയിലെ മുളകും ഉണ്ട്, ഞാൻ നടത്തിയ പച്ചമുളക് വെള്ളമുളക് അതും ഉണ്ട്. അപ്പോൾ അത് ഇട്ടതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്തോട്ട് ആവശ്യാനുസരണം പുളി ഒഴിച്ച് കൊടുക്കാം. പുളി പാകത്തിന് കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. കട്ടിയുള്ള പുളിയാണ്, കട്ടിക്ക് പിഴിഞ്ഞ പുളിയാണ്. മുളകാണല്ലോ, അത്യാവശ്യം എരിവും വേണം, പുളിയും വേണം, ഒക്കെ തന്നെ വേണം. അപ്പോൾ ഇനി അതൊന്ന് തിളക്കട്ടെ. അപ്പോൾ അതിലേക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഈത്തപ്പഴം ചേർത്ത് കൊടുത്തു, എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈത്തപ്പഴം ഇട്ടു, ഒന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ ഇനി അതൊന്നും അങ്ങോട്ട് തിളച്ച് പാകമായി വരുന്ന സമയത്ത് ബാക്കി കാര്യങ്ങളും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരമൊക്കെ തന്നെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായ കുറച്ച് നല്ല ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ അടുത്തത്തെ കൈക്ക് പാകമായിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. വേണമെങ്കിൽ കുറച്ചിട്ട് പിന്നെ വേണമെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ എന്തൊക്കെ ഉണ്ട്, ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമല്ലേ? സന്തോഷമായിട്ടിരിക്കണില്ല എല്ലാവരും? അപ്പോൾ എല്ലാവരും നല്ല ടേസ്റ്റാണ്. ബിരിയാണിക്കായാലും നെയ്ച്ചോറിലേക്കാണെങ്കിലും സാധാ ചോറിലേക്കാണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് നല്ലൊരു ടേസ്റ്റുള്ള സംഭവമാണ്. അപ്പം നമുക്ക് അതിനകത്തോട്ട് എന്ത് ചെയ്യാം, ശർക്കരേൻ്റെ അച്ചിട്ട് കൊടുക്കാം. അതങ്ങോട്ട് കിടന്ന് അലിഞ്ഞ് പിടിച്ചോളും. 4 കഷ്ണം ഇട്ടു, 6 കഷ്ണം ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ല? ഇതാണ് നമ്മുടെ ഈത്തപ്പഴവും മുളകും കൂടെയുള്ള അച്ചാർ. എൻ്റെ പിന്നെ മരുമകൻ്റെ വലിയ അളിയനക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ എരിവ്. നന്നായിട്ട് അവർക്ക് എരിവ് വേണം. അപ്പോൾ ആ എരിവിനനുസരിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യും, സാധനങ്ങൾ മുളക് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത്. ഇത്തിരി കുരുമുളകൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് വരും. ഇപ്പോൾ ശർക്കരയൊക്കെ ഉരുകി പാകാകുമ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് വലിയതായിട്ട് കാര്യങ്ങളൊന്നും ഇല്ല. ശർക്കര ഒന്നാണ്ട് ഉരുകി തിളച്ച് ഒന്നങ്ങോട്ട് കുറുകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കി വരുന്ന ഈ 2 ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ മുളകച്ചാർ റെഡിയായി. ഓക്കെ, ഇതെല്ലാവരും ഒരിക്കൽ ഉണ്ടാക്കി നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഫോളോ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം കേട്ടോ എല്ലാവർക്കും. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.